ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു 1.5 വർഷത്തിന് ശേഷം ഞങ്ങൾ രണ്ടാളും നാട്ടിലേക്ക് പോവുകയാണ്. ഡ്രോപ്പ് ചെയ്യാൻ ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് വന്നു. അവർ എന്തൊക്കെയോ ഒഫീഷ്യൽ കാര്യങ്ങളും ഓഫീസിലെ ഗോസിപ്പും ഒക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അവസാനം കഥകളെല്ലാം കേട്ടും പറഞ്ഞും ഞങ്ങളുടെ എയർപോർട്ടിലെത്തി. ഇതാണ് ഗൈസ് നമ്മുടെ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമ്മൾ അബുദാബി ടു ട്രിവാൻഡ്രം ആണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. രണ്ടാൾക്കും കൂടി ഒരു 80 കിലോ വെയിറ്റ് കൊണ്ടുപോകായിരുന്നു. സാധനം എല്ലാം പാക്ക് ചെയ്ത് വന്നപ്പോൾ എൻ്റെ ഡ്രസ്സ് തന്നെ കുറേയുണ്ട്. ഈ ആണുങ്ങൾക്ക് എന്ത് സുഖമാണല്ലേ, എവിടെയെങ്കിലും പോകുമ്പോൾ 2 ടീഷർട്ട് അല്ലെങ്കിൽ ഷർട്ട്, പിന്നെ അതിന് 2 പാൻസും എടുത്ത് വെച്ച് അവരുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. നമുക്കങ്ങനെ പറ്റത്തില്ലല്ലോ. അങ്ങനെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ബോർഡിംഗ് പാസ് കിട്ടി നമ്മൾ അകത്തേക്ക് കയറി. ഇത് പുതിയ എയർപോർട്ടാണ്. ഇത് വന്നിട്ട് ഏകദേശം ഒരു 1 ഇയർ കഴിഞ്ഞേ ഉള്ളൂ. ഇവിടുത്തെ ഫെസിലിറ്റീസും ഇൻറ്റീരിയർ വർക്കും എല്ലാം ഒരു രക്ഷയുമില്ല. നാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ. എല്ലാവർക്കും അറിയാലോ ഈ ചെക്കിങ്ങും എമിഗ്രേഷനും കഴിഞ്ഞിട്ടുള്ള ആ കുറച്ച് സമയം എത്ര ബോറിംഗ് ആണെന്ന്. ഞങ്ങൾക്ക് ഇത്തവണ അത്ര ബോറിംഗ് ആയിട്ടൊന്നും ഫീൽ ആയിട്ടില്ല കേട്ടോ. രണ്ടാൾക്കും ലോഞ്ചിൽ കയറാനുള്ള ആക്സസ് ഉണ്ടായിരുന്നു. എനിക്ക് ലോഞ്ചിൽ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ലാസ്റ്റ് ഇയർ എന്നെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ഹസ്ബൻഡ് പോയി ലോഞ്ചിലിരുന്നു. അന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചതാണ് നെക്സ്റ്റ് ടൈം എങ്ങനെയെങ്കിലും എനിക്ക് ആക്സസ് സെറ്റ് ആക്കണമെന്ന്. അതെന്തായാലും സാധിച്ചു. എൻ്റെ ശല്യം കാരണമാണോ അത് എന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ആളെനിക്കൊരു സപ്ലിമെൻ്ററി കാർഡും എടുത്തു തന്നു. അങ്ങനെ ഏകദേശം ഒരു 2 മണിക്കൂറിനടുത്ത് ഞങ്ങൾ ലോഞ്ചിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് എന്താ, കുറേ വെറൈറ്റി ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ട്രൈ ആക്കാൻ സാധിച്ചു. ഇത് എയർപോർട്ട് ലോഞ്ചിനകത്ത് ചെറിയൊരു ഭാഗമാണ്. ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് വീഡിയോയിൽ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ലോഞ്ചിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്ക് ഇറങ്ങി. ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ടല്ലോ, അവരെ മറക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞതാ നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ ടൈമായി. നമ്മൾ എടുത്തിരിക്കുന്നത് എയർ അറേബ്യയാണ്. അങ്ങനെ നമ്മുടെ ഹാൻഡ് ബാഗും അതേപോലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളും എല്ലാം കൂടി കുറേ കഷ്ടപ്പെട്ടു ഫ്ലൈറ്റിലേക്ക് ഒന്ന് കയറാനായിട്ട്. എങ്കിലും കുഴപ്പമില്ല, നാട്ടിലേക്ക് പോകാനുള്ള ഒരു ത്രില്ലിങ് എക്സൈറ്റ്മെന്റും വേണ്ടി നടക്കുന്ന ദൂരവും നമ്മുടെ കയ്യിലുള്ള ഭാരവും ഒന്നും നമ്മൾ മൈൻഡ് ആക്കാറില്ലല്ലോ. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പായിട്ട് ആ കൂട്ടത്തിലുള്ള ആരുടെയോ ഒരാളുടെ ലഗേജിൽ എന്തോ മിസ്റ്റേക്കോ മിസ്സിങ്ങോ അങ്ങനെ എന്തോ ആയിട്ട് ഫ്ലൈറ്റ് ഒരു 20-25 മിനിറ്റ്സ് പിന്നെയും ഡിലേ ആയി. എങ്കിലും കുഴപ്പമില്ല, കറക്റ്റ് ടൈമിൽ തന്നെ അവർ ലാൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ ഇരുന്നും സിനിമ കണ്ടും കഥ പറഞ്ഞും ഒക്കെ കുറേ നേരം പോയി. അത് കഴിഞ്ഞപ്പോഴോ ഫുഡ് വന്നു. ഫുഡ് കഴിച്ചപാടെ ക്ഷീണം. അങ്ങനെ കുറച്ചു നേരം ഒന്ന് ഉറങ്ങി. എൻ്റെ അടുത്തുള്ള സീറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താ, നല്ല സൗകര്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റി. അങ്ങനെ എങ്ങനെയൊക്കെയോ 4 മണിക്കൂർ തികച്ചു. എത്ര ബോറിംഗ് ആണല്ലേ ഈ ഫ്ലൈറ്റ് യാത്ര. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ യൂറോപ്യൻ കൺട്രിയിലുള്ളവരൊക്കെ എങ്ങനെയാണ് നാട്ടിലേക്ക് വരുന്നത്, അവർക്കൊക്കെ എത്ര. അങ്ങനെ ഫൈനലി നമ്മൾ നാട്ടിലെത്തി ഗൈസ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാം. എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇപ്രാവശ്യം കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ട്. നാട്ടിലെത്തി അത് ചെയ്യണം, ഇത് ചെയ്യണം, അവിടെ പോകണം, ഇവിടെ പോകണം, അങ്ങനെയൊക്കെ. അപ്പോൾ ഇനി 1 മാസം നാട്ടിലെ വീഡിയോസ് ആയിരിക്കും. സോ എല്ലാവരും കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ തന്നെ ചെയ്യണം. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്.